അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, അതായത് നമ്മുടെ ശിവാസ് ക്വിസ് ബോയ്സ് എന്ന യൂട്യൂബ് ചാനലിൽ USS എക്സാമിന് ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുവാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിന്നും കാണാം. ഇപ്പോൾ നമുക്കൊരു പാസേജ് വായിക്കാം, എന്നിട്ട് അതുമായിട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പാസേജ് നന്നായിട്ട് വായിക്കാം. പാസേജ് നോക്കാം. The office Mr. Chandra works in is very near to a public park. Mr. Chandra still round it once before he goes to work. Promptly at 1 o'clock, Mr. Chandra comes out and makes straight for the park. The bench he usually sits is near the fountain, and his lunch is eaten in with the background music of falling water and chirping birds. At 5 minutes to 2, Mr. Chandra goes back to his office. At 5 o'clock, he is again on his usual bench in the park. It is the time of the day he likes best. Mr. Chandra has made friends with some children who come to the park, shepherded by their ayahs. He tells them stories. They listen to him with wide-eyed attention. Crowding around him, they fight for a place next to the storyteller in the park. അപ്പോൾ ഈ പാരഗ്രാഫ് നിങ്ങൾ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. മിക്കവാറും ഒക്കെ ഈ പാസേജിന് തന്നെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. എന്തായാലും ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ ചന്ദ്ര ഈസ് പ്രൊബബ്ലി എ. ഓപ്ഷൻ എ ടീച്ചർ, ബി റൈറ്റർ, സി ലേബറർ, ഡി ക്ലർക്ക്. അപ്പോൾ മിസ്റ്റർ ചന്ദ്ര എന്താണ്, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ് എന്നതാണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാം ഇയാളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലേ. സോ ഇവിടെ എന്തായാലും ടീച്ചർ അല്ല, റൈറ്റർ അല്ല, ലേബററും അല്ല. സോ അയാളൊരു ക്ലർക്കാണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ക്ലർക്ക്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, Mr. Chandra gets down from his bus. Okay, Mr. Chandra ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് എവിടേക്കാണ്? ഓപ്ഷൻ എ ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ്, അറ്റ് ദ പാർക്ക്, ബിഹൈൻഡ് ഹിസ് ഓഫീസ്, ഡി നിയർ ദ ബീച്ച്. സോ അപ്പോൾ മിസ്റ്റർ ചന്ദ്ര ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങോട്ടേക്കാണ്? അദ്ദേഹം പോകുന്നത് പാർക്കിലേക്കാണ്. സോ ഇവിടെ ഓപ്ഷൻ ബി അറ്റ് ദ പാർക്കാണ് റൈറ്റ് ആൻസർ. മിസ്റ്റർ ചന്ദ്ര ഗെറ്റ്സ് ഡൗൺ ഫ്രം ഹിസ് ഓഫീസ് അറ്റ് ദ park. And makes straight for the park. The expression make straight for the park means, അപ്പോൾ ഇവിടെ at 1 o'clock Mr. Chandra comes out and makes straight for the park. 1 മണിയാകുമ്പോഴേക്കും അദ്ദേഹം ഓഫീസിൽ നിന്ന് വരുന്നു, അതേപോലെ നേരെ പാർക്കിലേക്ക് പോകുന്നു. ഇവിടെ the expression make straight for the park ഇതിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ goes to the park, ബി plays in the park, സി sits in the park, and ഓപ്ഷൻ ഡി leaves the park. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്, goes to the park ആണ് make straight for the park എന്ന എന്താ പറയുക എക്സ്പ്രഷൻ്റെ മീനിങ്. ഓപ്ഷൻ എ goes to the park. ഓക്കെ, അപ്പോൾ ആ പാരഗ്രാഫിൻ്റെ ബേസ് ആയിട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ 4 5 ഒക്കെ കാണാം. എന്തായാലും നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. അതായത് വേറെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പാസേജ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ വരും. അപ്പോൾ പാസേജ് നോക്കാം. എ ഗ്രേറ്റ് ഹിസ്റ്റോറിയൻ വാണ്ടഡ് ടു റൈറ്റ് എ ബുക്ക് ഓൺ വേൾഡ് ഹിസ്റ്ററി. He collected all the materials required for writing the book from all possible sources and fixed an auspicious day to start his writing. When he was about to start, he heard a noise outside. He peeped out of the window and saw 2 women quarreling in the street. Some people there were trying to intervene and settle the quarrel. He got out of his house and asked everyone who was present at the scene.
Everyone gave some reason which was different from what others gave. The historian was unable to find the true reason and was quite baffled. He came back to his room and said to himself, if I am not able to find out the reason for a minor quarrel that took place right in front of my house, how am I to find out the causes of the wars and such other events that took place long ago? So he gave up the very idea of writing the book. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒരു ഹിസ്റ്റോറിയൻ ഒരു ബുക്ക് എഴുതാൻ വേൾഡ് ഹിസ്റ്ററി വെച്ച് ഒരു ബുക്ക് എഴുതാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള സംഭവങ്ങളും ഇൻഫോർമേഷനും ഒക്കെ അയാൾ കളക്ട് ചെയ്തു. അപ്പോഴേക്കുമാണ് അയാളുടെ വീടിൻ്റെ മുമ്പിൽ ഒരു സൗണ്ട് കേൾക്കുന്നത്. 2 ലേഡീസ് വഴക്ക് കൂടുന്നതാണ് സംഭവം. അപ്പോൾ അയാൾ അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും കുറേ ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. അവർ അത് സെറ്റിലാക്കാനായിട്ട് ആ ക്വാറൽ സെറ്റിലാക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹിസ്റ്റോറിയൻ ആണെങ്കിൽ ഒരാളോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ റീസൺ. അപ്പോൾ അയാൾ ഒരു റീസൺ പറഞ്ഞു. അതേപോലെ തന്നെ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോരോ റീസണാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അയാൾ വിചാരിക്കുവാണ് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നടന്ന ഈ ഒരു ക്വാറലിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണോ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഓരോ വാറിൻ്റെയും ഇവൻറ്റിൻ്റെയൊക്കെ റീസൺ കണ്ടുപിടിക്കുന്നത് എന്ന് അയാൾ വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു തോട്ട് അയാളുടെ കയ്യിൽ വന്നുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ബുക്ക് എഴുതാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് കരുതിയിട്ട് അയാൾ ആ ഒരു ഐഡിയ വേണ്ടാന്ന് വെക്കുകയാണ്. സോ ഇതാണ് ഈ ഒരു പാസേജിൻ്റെ ബ്രീഫായിട്ടുള്ള സമ്മറി. എനിവേ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് പ്രിലിമിനറി വർക്ക് ഡിഡ് ദ ഹിസ്റ്റോറിയൻ ഡു ഫോർ റൈറ്റിംഗ് എ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്? അപ്പോൾ ആദ്യം ഈ വേൾഡ് ഹിസ്റ്ററി എഴുതണമെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ എന്താണ് ചെയ്തത്? ഓപ്ഷൻസ് നോക്കാം. എ, ഫിക്സഡ് എ ഫേവറബിൾ ഡേറ്റ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ്. ബി, ഡിഡ് എ ലോട്ട് ഓഫ് റിസർച്ച് ആൻഡ് കളക്റ്റഡ് ഇൻഫോർമേഷൻ. സി, collected enough money for publishing the book. D, equipped himself with all the writing material. അപ്പോൾ ഏറ്റവും ആദ്യം ഇയാൾ ചെയ്തത് എന്തായിരുന്നു? ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. കാര്യം ഫസ്റ്റ് ഇയാൾ ചെയ്തത് he did a lot of research and collected information. ഏറ്റവും ആദ്യം ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തു. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ കാണാൻ പറ്റുന്നതാണ്. എനിവേ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the historian wanted to find out the dash of the quarrel. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിയനിൽ ക്വാറലിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ, the true cause, the result, the relevance, the justice. ഹിസ്റ്റോറിയൻ wanted to find out the എന്തായിരുന്നു അദ്ദേഹത്തിന് കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ അതെന്താണ് അതിൻ്റെ റീസൺ അല്ലേ? the true cause. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. the true cause. the historian wanted to find out the ട്രൂ കോഴ്സ് ഓഫ് ദ ക്വാറൽ. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് വരുമ്പോഴേക്കും ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുക, അതായത് ആ പാസേജ് എടുത്ത് വയ്ക്കുക, അതുമായിട്ട് നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തുക. അടുത്ത നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഹിസ്റ്റോറിയൻ ഫെയിൽ ടു ഗ്യാദർ കറക്റ്റ് ഇൻഫോർമേഷൻ ബിക്കോസ്. അപ്പോൾ ദ ഹിസ്റ്റോറിയൻ കുഡിൻറ്റ് ഗ്യാദർ കറക്റ്റ് ഇൻഫോർമേഷൻ ബിക്കോസ്. അതിൻ്റെ കാര്യം എന്തായിരുന്നു? ഓപ്ഷൻ എ, പീപ്പിൾ വുഡ് നോട്ട് ടെൽ ഹിം എനിത്തിങ്. B, he could not meet many people. C, people could not answer his questions. Option D, different people came up with different versions. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തായാലും പാരഗ്രാഫ് നോക്കാം, അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇവിടെ ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. എവറി വൺ ഗേവ് സം റീസൺ വിച്ച് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതേഴ്സ് ഗേവ്. അതായത് ഓരോരുത്തരും ഓരോരോ റീസൺ ആണ് കൊടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏതായിരുന്നു കറക്റ്റ് റീസൺ എന്ന് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത്. സോ ഇവിടെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡിഫറെൻറ്റ് പീപ്പിൾ കെയിം അപ്പ് വിത്ത് ഡിഫറെൻറ്റ് വേർഷൻസ്. ഓക്കെ, അടുത്തത്, ദ വേർഡ് ബാഫിൾഡ് ഇൻ ദ പാസേജ് മീൻസ് ഓൾമോസ്റ്റ് ദ സെയിം ആസ്. നമുക്ക് നമ്മുടെ ഈ പാസേജിൽ ബാഫിൾഡ് എന്ന വേർഡ് കാണാൻ പറ്റും. അതായത് ഇവിടെ the historian was unable to find the true reason and was quite baffled. So ആ വേർഡിൻ്റെ മീനിങ് വരുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഫ്രൈറ്റൻഡ്. ബി, പസിൽഡ്.
സി ഡിഫീറ്റഡ് ആൻഡ് ഓപ്ഷൻ ഡി ഡിസപ്പോയിൻറ്റഡ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പസിൽഡ്. ബാഫിൾഡ് മീൻസ് പസിൽഡ് എന്ന് പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി, അതാണ് ഈ വേർഡ്സിൻ്റെ കറക്റ്റ് മീനിങ്. അടുത്ത 5th ക്വസ്റ്റ്യൻ, ദ ഹിസ്റ്റോറിയൻ ഗേവ് അപ്പ് ദ ഐഡിയ ഓഫ് റൈറ്റിംഗ് ദ ബുക്ക് ബിക്കോസ്. അതായത് ബുക്ക് എഴുതാനുള്ള ഐഡിയ നമ്മുടെ ഹിസ്റ്റോറിയൻ വേണ്ടാന്ന് വെക്കുന്നു, കാര്യം. ഓപ്ഷൻ എ, ഹിസ് ഫെയ്ത്ത് ഇൻ ദ ട്രൂത്ത് ഓഫ് ഹിസ്റ്ററി വാസ് ഷേക്കൺ. ബി, ഹി കുഡ് നോട്ട് ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് റിഗാർഡിംഗ് ദ ക്വാറൽ. സി, ഹി തോട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു നോ ദ ട്രൂത്ത് about wars in olden days. Option D, he realized that more research and study were required. എന്തുകൊണ്ടാണ് ഈ ഹിസ്റ്റോറിയൻ ബുക്ക് എഴുതാനുള്ള ഐഡിയ വേണ്ടാന്ന് വെച്ചത്? നമുക്കറിയാം, ആ ക്വാറൽ നടന്നപ്പോഴേക്കും അതിൻ്റെ കറക്റ്റ് റീസൺ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അയാൾ വിചാരിച്ചു, ഇങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു വാറിൻ്റെ അല്ലെങ്കിൽ ഇവൻറ്റിൻ്റെ റീസൺ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? കറക്റ്റായിട്ടുള്ള റീസൺ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു മീനിങ് വരുന്ന സെൻറ്റൻസിൽ ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ആണല്ലേ. സോ ഓപ്ഷൻ സി നമുക്ക് മാർക്ക് ചെയ്യാം. ഹി തോട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു നോ ദ ട്രൂത്ത് അബൌട്ട് വാർസ് ഇൻ ഓൾഡൻ ഡേയ്സ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്താണ് ബുക്ക് എഴുതാനുള്ള ഐഡിയ വേണ്ടാന്ന് വെച്ചത്. സോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ 2 പാസേജസ് ആണ് നോക്കിയത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ USS എക്സാമിന് ഉറപ്പായിട്ടും വരുന്നത്.